കാലഘട്ടത്തിൽ അതിജീവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷ ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ എവിടെ ഒരു പ്രതീക്ഷയുടെ വെട്ടം ഉണ്ടാവും എന്ന് പറയില്ലേ, ആ ഒരു വെട്ടത്തിലൂടെയാണ് ശരിക്കും സഞ്ചരിച്ചത് ഞങ്ങൾ. അതെൻ്റെ ഫാമിലി ആയിക്കോട്ടെ, എൻ്റെ അയൽവാസികളായിക്കോട്ടെ, എൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ, അവരൊക്കെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ എപ്പോഴും ഗസ്റ്റുകളുള്ളത് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴും ഞാൻ ഗസ്റ്റുകൾക്ക് മുമ്പിലേക്ക് ഇവിടെ കൂടുന്ന ഇരുത്തുമ്പോൾ ഈ വരുന്ന ഗസ്റ്റുകൾ പല കൾച്ചർ, പല രീതിയിലുള്ള ആളുകളാണല്ലോ. അപ്പോൾ അവരോടൊക്കെ ഇടപഴകിയിട്ട് അത് നമുക്ക് ഉപകാരപ്പെട്ടു. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ, എൻ്റെ കൂടെ എപ്പോഴും യാത്രയിലൊക്കെ ഒരു 4 സുഹൃത്തുക്കളുണ്ടാവും. അവരെല്ലാം പലതരത്തിലാണ് മോളോട് പെരുമാറിയിരുന്നത്. അപ്പോൾ അതും നമുക്ക് ഉപകാരപ്പെട്ടു. പിന്നെ അയൽവാസികളുടെ വലിയൊരു സാന്നിധ്യം, പിന്നെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു സാന്നിധ്യം, പിന്നെ എൻ്റെ ഒരു സിസ്റ്റർ എൻ്റെ ഇവിടെ തന്നെ കൂടെ ഉണ്ടായിരുന്നു ഇവളായതിനു ശേഷം. ആ സിസ്റ്ററും അളിയനും അവരും എല്ലാവരും, അതുപോലെ തന്നെ ഇവിടെ സ്കൂളിലെ ടീച്ചേഴ്സ്, പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളിവിടെ അങ്കണവാടിയിൽ ചേർത്തിരുന്നു. അവിടുത്തെ ടീച്ചേഴ്സ് നമുക്ക് ഇത്രക്ക് വലിയ സപ്പോർട്ടായിരുന്നു. കാരണം അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്കണവാടിയിലേക്ക് കൊണ്ടുപോയിട്ട് അവർ നന്നായിട്ട് ഇവിടെ കെയർ ചെയ്തിട്ടുണ്ട്. സജിനി ടീച്ചർ, അങ്ങനെ 2-3 ടീച്ചേഴ്സ് ഉണ്ട് അവിടെ. അവർ നന്നായി കെയർ ചെയ്ത് അതുമല്ല നമുക്ക് നല്ല പ്രതീക്ഷകൾ തോന്നി. ഇന്ന് അന്നമോള് പഠിക്കുന്നത് ഞാൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ. അപ്പോൾ പല ആളുകളും എന്നോട് ചോദിക്കുക, അവൾ ഏത് മോഡൽ സ്കൂളിലാണല്ലോ പഠിക്കുന്നത്? അല്ല, ഞാൻ പഠിച്ച അതേ സ്കൂളിലാണ്. അവിടുത്തെ ഹെഡ് ടീച്ചറായിരുന്നെങ്കിൽ അന്നത്തെ എൻ്റെ ടീച്ചറായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഭയങ്കര സപ്പോർട്ടാണ്. ഈ ചെറുപ്പത്തിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായി? നടക്കില്ല എന്ന് പറഞ്ഞതാണ് ഡോക്ടേഴ്സ്. അത് അന്ന് ഒരു സർജറി നടത്തി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 80% അതിനൊരു ചാൻസ് ഉണ്ടാവില്ല. അതിങ്ങനെ വളഞ്ഞു നിൽക്കുന്ന തരത്തിൽ ചിലപ്പോൾ അതും 80% ചാൻസ് ഇല്ല എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നത്, അത് ഇപ്പോൾ ഒരു പ്രശസ്തമായ ഒരു ഹോസ്പിറ്റൽ, കേരളത്തിലെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോയിരുന്നു. എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു അവിടെയാണ് ഇതിന് ഏറ്റവും ടോപ്പ് ഒരു ഡോക്ടറാണ്, അവരൊന്ന് പോയി കാണാൻ പറഞ്ഞു. അന്ന് നമ്മൾ ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും പിന്നെ കുറേ സ്കാനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തി. എൻ്റേതും വൈഫിൻ്റെയും എൻ്റെ മറ്റ് 2 കുട്ടികളുടെ ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടറെ എന്നുള്ള ഒരു പെരുമാറ്റം നമുക്ക് കണ്ട് ഇഷ്ടമായില്ല. സത്യത്തിൽ വളരെ സങ്കടപ്പെടുത്തുന്ന തരത്തിലായിരുന്നു അന്ന് നമ്മളോട് അവർ ബിഹേവ് ചെയ്തത്. പക്ഷേ അവരോടുള്ളൊരു വാശി കൂടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അന്ന് വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോരുന്നത്. സത്യത്തിൽ അന്ന് മോൾക്ക് 1 വയസ്സാണ്ട് കഴിഞ്ഞ സമയത്താണ്. അപ്പോൾ അവിടെ നമ്മളൊരു കുട്ടിയുമായിട്ട് പോകുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കാതെയാണ് സത്യത്തിൽ അന്ന് ആ ഡോക്ടർ നമ്മളോട് പെരുമാറിയത്. അപ്പോൾ കേരളത്തിലെ ഇതുപോലെയുള്ള കുട്ടികളൊക്കെ